ആവേശം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. പുതിയ ഭാരത്തെയൊക്കെ ആ ഗാലറി കണ്ടില്ല, ഇപ്പൊ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപക്ഷെ ന്യൂജേഴ്സിയിലെ സ്റ്റേഡിയത്തിൽ പോലും ഇത്ര ആള് വന്ന് നിറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. നോക്കണം, കളി തുടങ്ങാൻ ഇനി ഒരു 4 മണിക്കൂറെങ്കിലും ഉണ്ട്. 8 മണിക്ക് വന്ന് സീറ്റ് പിടിച്ച ബിഗ് സ്ക്രീനിന് മുന്നേ ആൾക്കാർ ഇരിക്കുകയാണ്. ഭൂരിപക്ഷവും അർജന്റീന ഫാൻസാണ്. ഇതാ ഒരു കട്ട അർജന്റീന ഫാനാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. അക്ഷയ്, അപ്പൊ എന്താണ് വിലയിരുത്തൽ? നിഷ്പക്ഷമായി ഒന്ന് വിലയിരുത്തിയേ. കളി ആവേശകരമുണ്ട്, നല്ല ടൈറ്റ് മത്സരമായിരിക്കും, അത് ഉറപ്പാണ്. ഇതുവരെയുള്ള 2 ടീമുകളുടെയും ഈ ഫൈനൽ വരെയുള്ള ജേണി ഒന്ന് നോക്കുകയാണെങ്കിൽ അതിലാർക്കും സംശയമുണ്ടാവില്ല. അതിലൊരു അർജന്റീന ഫാനിനോ സ്പെയിൻ ഫാനിനോ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. രണ്ടും കരുത്തുറ്റ 2 മികച്ച ടീമുകളാണ്. ഒരു വശത്ത് ഗോൾ അടിച്ചു കൂട്ടുന്ന അർജന്റീന, മറുവശത്ത് ഗോൾ വഴങ്ങാൻ ഏറ്റവും പിശുക്കുള്ള, ഈ ലോകകപ്പിലെ തന്നെ ആകെ ഒരു ഗോൾ മാത്രം വഴങ്ങി നിൽക്കുന്ന സ്പെയിൻ. ഇവരുടെ പ്രതിരോധ നിരയും അർജന്റീനയുടെ ആക്രമണ നിരയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരത്തിന് തന്നെയാകും ഇന്ന് മെറ്റ്ലൈഫ് സ്റ്റേഡിയം വേദിയാവുക. അത് ഉറപ്പാണ്. കടലാസിൽ കരുത്ത സ്പെയിന് തന്നെയാണ്, അത് എടുത്തു പറയേണ്ടതാണ്. ഇതുവരെയുള്ള അവരുടെ ഒരു യാത്ര എടുത്തു നോക്കിയാൽ കംപ്ലീറ്റ് ഒരു ടീം എന്ന നിലയിൽ സ്പെയിൻ കാണിക്കുന്ന ഒരു മുൻതൂക്കം അത് അവർക്ക് കൃത്യമായി കളിക്കളത്തിലുണ്ട്. അവരുടെ ഓരോ താരങ്ങളും അത് ഇൻഡിവിജ്വൽ പ്ലെയറിൻ്റെ ബലത്തിലല്ല അവർ ഇതുവരെ ഫൈനലിൽ എത്തി. കൃത്യമായി ഇതൊരു എഞ്ചിൻ പോലെ ഒരു ടീം കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നു. ഗോൾ വഴങ്ങാൻ പിശുക്കുള്ള പ്രതിരോധം, ഡൊമിനേറ്റ് ചെയ്യുന്ന മധ്യനിര, അതോടൊപ്പം കൃത്യസമയത്ത് ഗോൾ അടിക്കുന്ന മുൻനിര. അതാണ് സ്പെയിൻ്റെ കാര്യങ്ങൾ. പ്രത്യേകിച്ച് അവരുടെ മധ്യനിരയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ തവണ സെമിയിൽ ആക്രമണ ഫുട്ബോളിൻ്റെ വക്താക്കളെന്ന് അവകാശപ്പെട്ടെത്തിയ, ഈ ലോകകപ്പിൽ അതുവരെ കളിച്ചെത്തിയ ഫ്രാൻസിനെതിരെ നേടിയ ജയം മാത്രം മതി സ്പെയിൻ്റെ ഒരു സ്ക്വാഡിൻ്റെ ഒരു ഡെപ്ത് അറിയാൻ വേണ്ടി. റോഡ്രി നയിക്കുന്ന മധ്യനിരയുടെ കരുത്ത് എടുത്തു പറയുന്നത്. ഡിഫൻസീവ് ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡറിൽ ഒരാളാണ് റോഡ്രി. അവർ ഡോമിനേറ്റ് ചെയ്ത് അങ്ങനെയാണ് ഫ്രാൻസിൻ്റെ എംബാപ്പയ്ക്കും ഒലീസയ്ക്കും ഡെമ്പലയ്ക്കും ഒന്നും സ്പേസ് അനുവദിക്കുന്ന തരത്തിലുള്ള അവരുടെ കളികളൊക്കെ മധ്യനിരയിൽ തന്നെ തടഞ്ഞു നിർത്തുന്ന ഗെയിം കൃത്യമായി തന്നെ ആ പ്ലാൻ കൃത്യമായി നടപ്പിലാക്കി. പക്ഷേ ഇന്ന് അത് മതിയാകുമോ എന്നതാണ് ചോദ്യം. പ്രത്യേകിച്ച് ഏറ്റവും വലിയ അവർക്ക് ഒരു സൂചന നൽകിയിരിക്കുന്നത് അവരുടെ ഇതിഹാസ താരം ഇനിയസ്റ്റയാണ്. 2010 ലോകകപ്പിൽ സ്പെയിൻ്റെ വിജയ ഗോൾ നേടിയ ഇനിയസ്റ്റയാണ്. അതായത് മെസ്സിയെ തടയാൻ വേണ്ടി അമിതമായി അവരുടെ എനർജി വേസ്റ്റ് ചെയ്യേണ്ടെന്ന് ഇനിയസ്റ്റ പറഞ്ഞു. സ്വാഭാവികമായ കളി കളിക്കുക, അർജന്റീനയുടെ നീക്കങ്ങൾ സ്പെയിൻ്റെ സ്വാഭാവിക ശൈലി. അതായത് പൊസിഷൻ ഫുട്ബോളിൻ്റെ വക്താക്കളാണ് സ്പെയിൻ. അപ്പോൾ പന്ത് നിയന്ത്രണം വെച്ച് കളിക്കുന്ന കളി തന്നെ തുടരുക എന്നാണ് ഇനിയസ്റ്റ പറഞ്ഞിരിക്കുന്നത്. മറുവശത്ത് അർജന്റീനയാണ്. ഇന്ന് അവസാന 4 ലോകകപ്പ് എടുത്താൽ അതിൽ 3ലും അർജന്റീന കളിക്കാൻ പോകുന്ന 3ാമത്തെ ഫൈനലാണ്. 2014 അവർ ബ്രസീലിൽ തോറ്റു. അതിനുശേഷം 2022 കപ്പടിച്ചു. വീണ്ടും ഒരു ലോക കിരീടം അവരുടെ കയ്യെത്തും ദൂരത്ത് നിൽക്കുകയാണ്. ലോകകപ്പ് നിലനിർത്തുന്ന 3ാമത്തെ രാജ്യം. ഇറ്റലിക്കും ബ്രസീലിനും പിറകെ ആ നേട്ടം സ്വന്തമാക്കുന്ന ആ സ്വപ്ന നേട്ടത്തിനരികെയാണ് മെസ്സിയും അർജന്റീനയും എത്തി നിൽക്കുന്നത്. സത്യസന്ധമായി പറഞ്ഞാൽ അർജന്റീനയുടെ ഈ യാത്ര ഈ ലോകകപ്പ് തുടങ്ങും വരെ ഈ ഫൈനൽ വരെ എത്തുമെന്ന് ഒരു പ്രതീക്ഷയും ഉണ്ടായതിൽ, പ്രത്യേകിച്ച് അവസാന അവരുടെ സൗഹൃദ മത്സരങ്ങളൊക്കെ അർജന്റീനയുടെ ഒരു ദൗർബല്യം കണ്ടതാണ്. പക്ഷേ ലോകകപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി തന്നെ മാറുന്ന കാഴ്ച കണ്ടു. 2022 ഖത്തറിൽ തുടങ്ങിയ സ്ഥലത്ത് തന്നെ ലിയോണൽ മെസ്സി തുടങ്ങി. മെസ്സിയുടെ ഒരു പീക്ക് ഫോം, ഒരു ബീസ്റ്റ് ഫോം കണ്ടത് ഈ ലോകകപ്പിലാണ്. ഇതുവരെ 8 ഗോളുമായി മെസ്സി കളം നിറഞ്ഞ് കളിക്കുന്നപ്പോൾ മെസ്സിയുടെ പ്രത്യേകിച്ച് വേറൊരു ചരിത്രം കൂടിയുണ്ട്. 2016 മെസ്സി കോപ്പ അമേരിക്ക തോറ്റ് വിരമിക്കൽ പ്രഖ്യാപിച്ച അതേ മെറ്റ്ലൈഫ് സ്റ്റേഡിയമാണ്. അന്ന് മെസ്സിയുടെ കണ്ണീർ ആ സ്റ്റേഡിയത്തിൽ വീണതിന് ശേഷം ആരാധകരുടെ ഒക്കെ ആവശ്യം പരിഗണിച്ച് മെസ്സി തിരിച്ചു വന്നു. വീണ്ടും ഒരു മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിന് ശേഷം ആദ്യമായി വീണ്ടും മെസ്സി കളിക്കാനിറങ്ങുന്നു. മെസ്സി കിരീടം കൊണ്ട് പോകുമെന്നാണ് അറിയേണ്ടത്. ഒരു വൈകാരികം ഒരു കാഴ്ച തന്നെയായിരിക്കും ഇതിൻ്റെ ഫൈനൽ വിസിലിന് ശേഷം കാണാൻ പോകുന്നത്. തീർച്ചയായും അക്ഷയ്, അങ്ങനെ തന്നെയാണ്. ഈ കിരീടം ആണോ അതല്ല കണ്ണീരടിഞ്ഞ് വീണ്ടും ഒരു ലാസ്റ്റ് ഡാൻസ് ആണോ? അല്ലെങ്കിൽ അക്ഷയുടെ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. അക്ഷയ് ഇത്ര നേരവും വിശദീകരിച്ചത് ഒരു അനാലിസിസ് ആയിരുന്നു. ഇന്ന് അർജന്റീന ജയിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ആളാണല്ലോ. എന്തായിരിക്കും ആ ജയം? 2-1 അർജന്റീന ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. അത് ആദ്യം അർജന്റീന ഗോൾ അടിക്കുമെന്ന്. അത് സ്പെയിനെതിരെ കഴിഞ്ഞ കളിയിൽ പോലെ പുറകിൽ നിന്നുള്ള തിരിച്ചു വരവ് അർജന്റീനയ്ക്ക് അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ സമ്മതിച്ചു തരൂല. ഈ വേൾഡ് കപ്പിൽ ആകെ ഒരു ഗോൾ കൺസീവ് ചെയ്തിട്ടുള്ള സ്പെയിൻ ഇനി ഒരു ഗോൾ കൂടെ കൺസീവ് ചെയ്യാനില്ല. ഒരു ചോദ്യം കൂടെ അക്ഷയോടുണ്ട്. മെസ്സിക്ക് ബൂട്ട് കിട്ടുമോ? 2 ഗോളും മെസ്സിയുടെ വകയാണോ? എന്താണ് ഗോൾഡൻ ബൂട്ടിനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ 3 ഗോൾ അടിച്ചാൽ അത് ഉറപ്പിക്കും. പക്ഷേ അത്തരം ഒരു കളിയിലേക്ക് പോകില്ല. മെസ്സി ഇപ്പോൾ ഒരു പ്ലേ മേക്കർ എന്ന നിലയിൽ മെസ്സി കളിക്കുമെന്നാണ്. ഒരു ഗോൾ അടിക്കുന്നതിലൊരുപരി ഗോൾ അടിപ്പിക്കുന്ന മെസ്സി ആയിരിക്കും കാണാൻ സാധിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.